ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു വേർഡ് ഫയലിനെ പി ഡി എഫിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നാണ്. അത് വേർഡ് ഫയൽ, അതുപോലെ തന്നെ എക്സൽ ഫയല്, പവർ പോയിൻറ്റ്, ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് PDF ആയിട്ട് സേവ് ചെയ്യുന്നത് എന്നാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഗൂഗിളിലൂടെ നമുക്ക് ചെയ്യാം. അതായത് ഗൂഗിൾ ക്രോമിലൂടെ നമുക്ക് മെയിലൂടെ കൺവേർട്ട് ചെയ്യാം. അല്ലാതെ നമുക്ക് സാധാ ഫയൽ തന്നെ നമുക്ക് സാധാ PDF ആയിട്ട് എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് എന്നാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വേർഡിൽ നമ്മൾ ചെയ്ത ഒരു വർക്ക് ഉണ്ട്. അത് ഞാൻ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വർക്കിന് നമ്മൾ എങ്ങനെയാണ്, ഇപ്പോൾ സാധാ ഒരു വേർഡ് ഫയലായിട്ട് സേവ് ചെയ്ത ഒരു ഫയലാണ്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഒരു PDF ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. PDFലോട്ട് സേവ് ചെയ്യുക അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഫയലിൽ വരിക, ഇവിടെ നമ്മൾ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ സേവ് കൊടുക്കുമ്പോൾ സേവ് എന്നുള്ള ഓപ്ഷൻ വരും. ഇത് നമ്മളൊരു പ്രാവശ്യം സേവ് ചെയ്തതുകൊണ്ട് ഞാൻ സേവ് ആസ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ബ്രൗസ് ക്ലിക്ക് ചെയ്യാം. ബ്രൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു വിൻഡോ ആണ് വരുന്നത്. അതായത് സേവ് ചെയ്യാനുള്ള ലൊക്കേഷനൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കണം, എങ്ങോട്ടാണ് സേവ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡ്രൈവുകൾ കാണുന്നുണ്ട്, അതുപോലെ ഡെസ്ക്ടോപ്പ് കാണുന്നുണ്ട്, ഡോക്യുമെൻ്റ് കാണുന്നുണ്ട്. നമുക്ക് ഏത് ലൊക്കേഷനിലോട്ടാണ് നമ്മൾ സേവ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിലോട്ടാണ് സേവ് ചെയ്യുന്നത്. ഡെസ്ക്ടോപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ഫയൽ നെയിം കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് സേവ് ആസ് ടൈപ്പ്. ഈ സേവ് ആസ് ടൈപ്പിൽ വേർഡ് ഡോക്യുമെൻ്റ് എന്നാണ് ഓൾറെഡി കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് PDF എന്ന് കാണാം. PDF എന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ഇവിടെ എന്താണോ ഫയൽ നെയിം കൊടുക്കുന്നത് അത് ടൈപ്പ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഈ പേര് തന്നെയാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് PDF ഫോർമാറ്റായിട്ട് കിട്ടി കേട്ടോ. ഇതിൽ അഡീഷണൽ ആയിട്ട് ഒരു പേജും കൂടെ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ PDF ഫയൽ. ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ മിനിമൈസ് ചെയ്തിട്ടു. ഇത് ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാണ്. നമ്മുടെ PDF ഫയലാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ PDF നമ്മുടെ ഡെസ്ക്ടോപ്പിലല്ലേ നമ്മൾ സേവ് ചെയ്തത്. ഡെസ്ക്ടോപ്പിൽ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഫയൽ, കണ്ടോ? നമ്മുടെ PDF ആയിട്ട് ഫയൽ. അതായത് ഇത് PDF ഫയൽ, ഇത് ക്രോമിൻ്റെ ഈ ഐക്കണോട് കൂടിയിട്ടാണ് വരിക. ഇത് നമ്മുടെ സർട്ടിഫിക്കറ്റ്, നമ്മുടെ വേർഡ് ഫയലാണ്. ഇത് വേർഡ് ഫയലാണ്, വേർഡിൽ സാധാ സേവ് ചെയ്തതാണ്. ഇത് നമ്മൾ PDF ആയിട്ട് കൺവേർട്ട് ചെയ്തതാണ്. ഓക്കെ, ഇനി നമ്മൾ എക്സൽ ഫയലിനെ എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് നോക്കാം. അത് എക്സൽ ഫയലിൽ നമ്മൾ എങ്ങനെയാണ് PDF ആക്കുന്നത് കൂടെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഈ ഫയലിന് നമ്മൾ ഷീറ്റ് 1 ഷീറ്റ് 2 രണ്ട് ഇതിനകത്തും, അതായത് രണ്ട് ഷീറ്റിൽ വർക്ക് വന്നു കഴിഞ്ഞാൽ ഷീറ്റ് 1 മാത്രം ഉള്ളെങ്കിൽ നമുക്ക് അത് മാത്രം കിട്ടിയാൽ പോരാ. ഷീറ്റ് 2 വർക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് എന്തായിട്ട് വരണം, എക്സ്പോർട്ടായിട്ട് വരണം. PDF ആയിട്ട് എക്സ്പോർട്ടായിട്ട് കൺവേർട്ട് ആവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓക്കെ, ഇപ്പോൾ രണ്ട് ഷീറ്റിൽ വർക്ക് ഉണ്ടല്ലേ, സാലറി ലിസ്റ്റ്, ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ട്. ഷീറ്റ് 2 നമുക്കൊരു ലയബിലിറ്റി എന്ന് പറഞ്ഞ 2 വർക്കുകളുണ്ട്. ഈ 2 വർക്കിനും എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വേർഡ് ഫയൽ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ എക്സൽ ഷീറ്റിനെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നാണ്. ഫയലിൽ ഇതേപോലെ തന്നെ സേവ് ആസ് ഓപ്ഷൻ കൊടുക്കുന്നു, ബ്രൗസ് എടുക്കുന്നു. ഇവിടെ നമ്മൾ എക്സൽ വർക്ക് ബുക്ക് എന്നാണ് സാധാരണ എക്സൽ സേവ് ചെയ്യുകയാണെങ്കിൽ കാണിക്കുക. അവിടെ നമ്മൾ PDF എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ സാലറി ലിസ്റ്റ് നമ്മൾ നേരത്തെ പോലെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു. ഡെസ്ക്ടോപ്പിലോട്ട് സാലറി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്, PDF കൊടുക്കുക. ഇവിടെ നിങ്ങൾ എക്സൽ ഷീറ്റ് PDF ആക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എക്സൽ ഷീറ്റിൽ 2 ഷീറ്റിലും വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വെറും PDF ആക്കി സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഷീറ്റ് 1 എന്താണോ അത് മാത്രമേ കാണിക്കുള്ളൂ. ഓപ്ഷനിലെടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിക്കാം ആക്റ്റീവ് ഷീറ്റ്. അതായത് ആക്റ്റീവ് ചെയ്ത് നിൽക്കുന്ന ഷീറ്റ് മാത്രമാണ് PDF ആക്കുക. നമുക്ക് എത്ര ഷീറ്റുകളുണ്ടോ, 1 or 2 നമ്മൾ ചെയ്യുന്ന ഈ ഷീറ്റിൽ 2 പേജ് ഉണ്ട്, 2 ഷീറ്റിൽ വർക്ക് ഉണ്ട്. അത് രണ്ടും നമുക്ക് PDF ആവണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. ആ വിൻഡോയിൽ എൻ്റർ വർക്ക് ബുക്ക് എന്നാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എൻ്റർ വർക്ക് ബുക്ക് അതിനകത്ത് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് 2 ഷീറ്റും ഒരുമിച്ച് PDF ആവുള്ളൂ. അല്ലെങ്കിൽ ആക്റ്റീവ് ഷീറ്റ് എന്നിലാണ് ഓൾറെഡി ഉണ്ടാവുക. ഈ ആക്റ്റീവ് ഷീറ്റ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിവിടെ ഓപ്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാൻ നമ്മൾ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ PDF ആണെങ്കിലും ഒരു പേജ് മാത്രമേ PDF ആയിട്ട് കിട്ടൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഷീറ്റും, അത് എത്ര ഷീറ്റ് ഉണ്ടോ അത്രയും ഒറ്റ ഫയലായിട്ട് PDF ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എൻ്റർ വർക്ക് ബുക്ക് എന്നിൽ ക്ലിക്ക് ചെയ്യുക, ഓക്കെ അടിക്കുക, എന്നിട്ട് സേവ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ആ പേര് അതിനകത്ത് സേവ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സേവ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ PDF ഫയൽ ഉണ്ടോ, ഇതൊരു ഷീറ്റ്, മറ്റത് അടുത്ത ഷീറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് PDF ആയിട്ട് കിട്ടി. ഇനി നമ്മൾ ആ ഫയൽ നമ്മൾ ഏത് ലൊക്കേഷനിലോട്ടാണോ ക്ലിക്ക് ചെയ്തിട്ടുള്ളത് ആ ലൊക്കേഷനിൽ വന്നിട്ടുണ്ടാവും, സാലറി ലിസ്റ്റ് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും PDF-ന്. ഓക്കെ, ഇനി അതേപോലെ തന്നെ പവർ പോയിൻ്റ് എങ്ങനെയാണ് നമ്മൾ PDF ആക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതും ഇതുപോലെ തന്നെ ഫയലിൽ സേവ് ആസ് കൊടുക്കുക, എന്നിട്ട് ബ്രൗസ് എടുക്കുക. ഇവിടെ നമ്മൾ പവർ പോയിൻ്റ് എന്നുള്ളത് കാണുന്നതോടെ നമുക്ക് PDF എന്ന് കാണാം. ഇവിടെ നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു. ഫിലിം ആക്ടേഴ്സിൻ്റെ ഒരു സ്ലൈസാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, സ്ലൈഡാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ സേവ് കൊടുക്കുക, എന്നിട്ട് നമ്മൾ ഓപ്ഷൻ ഒന്നും കൊടുക്കണ്ട. ഇവിടെ നമ്മൾ PDF ആയിട്ട് കിട്ടി കണ്ടോ. ഇതിന് വീഡിയോ ഫയലാക്കുന്ന ഫോർമാറ്റ് നമ്മൾ പവർ പോയിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞു തരാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ കൊണ്ടുവരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വേർഡ് ഫയൽ എങ്ങനെയാണ് PDF ആക്കുന്നത്, എക്സൽ ഫയലിനെ ഒന്നിൽ കൂടുതൽ ഷീറ്റുകളുള്ള ഫയലിനെ എങ്ങനെയാണ് PDF ആക്കുന്നത്, ഒരു ഷീറ്റിനെ മാത്രം PDF ആക്കുന്നത്, പവർ പോയിന്റിനെ എങ്ങനെയാണ് PDF ആക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.